Hi children, ഇന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയുടെ മലയാളം പരിഭാഷ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലെടുത്ത ഭാഗം വരെയുള്ള മലയാളം തർജ്ജമയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കവിത എഴുതിയത് വില്യം വേർഡ്സ്വർത്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ ആ കുട്ടി റസ്കിൻ ബോണ്ട് പ്രകൃതിയുടെ വിവിധ മനോഹാരിത ആസ്വദിക്കുകയും ആൽമരത്തിൻ്റെ മുകളിലിരുന്ന് പല വിധത്തിലുള്ള പ്രകൃതി സൗന്ദര്യങ്ങളും പ്രകൃതിയിലെ പക്ഷി മൃഗാദികളും, അതായത് കീരിയും പാമ്പുമായിട്ടുള്ള അടി കണ്ടു. അതുപോലെ തന്നെ ഒത്തിരി പക്ഷികൾ മരത്തിൽ വന്നിരിക്കുന്ന പിക് സീസണിൽ വന്നിരിക്കുന്നത് ആസ്വദിച്ചു. പിന്നെ ഒരു തായ്തടിയിൽ തലയണ വെച്ചുകൊണ്ട് ആ പയ്യൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. മരത്തിൻ്റെ മുകളിലിരുന്ന് ഒരുപാട് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുമായിരുന്നു. പിന്നെയുള്ളത് ഒരു ഈ ഗ്രേ സ്ക്വിരൽ, അതായത് ചാര നിറത്തിലുള്ള അണ്ണാനും വെള്ള എലിയും തമ്മിലുള്ള സൗഹൃദം കാണുകയും അതിൽ 3 വെള്ള അണ്ണിക്കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുകയും സാധിച്ചു. അപ്പം ഇത്രയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് എത്ര നല്ലതായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് നിറഞ്ഞതാണ്, ഭൂസമ്പത്ത് നിറഞ്ഞതാണ്. അതായത് അരുവികൾ, വനം, പർവ്വതം, സമുദ്രം, ഇതുപോലെ ഒരുപാട് പാടങ്ങൾ, അതുപോലെ മനോഹരമായ ഭൂപ്രകൃതികളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ് പ്രകൃതി. അപ്പം മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മനുഷ്യൻ പ്രകൃതിയുമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നതിന് പകരം പ്രകൃതിയെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവൻ അതിനെ ചൂഷണം ചെയ്യുന്നു. വീട് വയ്ക്കാനും കെട്ടിടം പണിയാനും വ്യവസായവൽക്കരണത്തിനുമെല്ലാം അവൻ പ്രകൃതിയെ വെട്ടി നശിപ്പിക്കുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ ഒത്തിരി കളകള ശബ്ദങ്ങളുണ്ട്. നദിയുടെ, അരുവികളുടെയൊക്കെ കളകള ശബ്ദം കേൾക്കാം. അതുപോലെ പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാം. അതുപോലെ വസന്തകാലമാകുമ്പോഴേക്കും ഇഷ്ടം പോലെ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കാണാം. അവിടെ പക്ഷികൾ വന്ന് ചില്ലകളിൽ ചേക്കേറുകയും വസന്തകാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒന്നാണ് ദൈവം. പക്ഷെ അതിൻ്റെ ആ ഒരു അതിൽ നിന്നും കിട്ടുന്ന കണ്ടന്റ്മെൻറ്റ്, സംതൃപ്തി, ബ്യൂട്ടി, സൗന്ദര്യം, പീസ്, സമാധാനം, ഇതൊന്നും മനുഷ്യൻ മനസ്സിലാക്കാതെ അതിനെ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ ഈ മനോഹരമായ പ്രകൃതിയെ മനുഷ്യൻ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നതും, അതുപോലെ തന്നെ നദികളിൽ നിന്നും അതുപോലെ ജലാശയങ്ങളിൽ നിന്നുമൊക്കെ കളകള ശബ്ദം ഒഴുകുന്നതും പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യം നിങ്ങൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടു കാണും. അപ്പം അത് അവിടെ പറയുന്നത് മനുഷ്യൻ പ്രകൃതിയുടെ ആ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്നു. അവൻ അതിനെ ശരിക്കും ആസ്വദിക്കുന്നില്ല. അപ്പം ഈ കവിത എഴുതിയത് വില്യം വേർഡ്സ്വർത്ത്. അപ്പം അദ്ദേഹം 1770 മുതൽ 1850 വരെയാണ് ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിന് പോയറ്റ് ലോറിയറ്റ് എന്നുള്ള പദവി 1843 ലഭിക്കുകയുണ്ടായി.
സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ അദ്ദേഹം പോരാടിയിരുന്നു. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയാണ്. കാൽപ്പനിക സിദ്ധാന്ത കാലത്തുള്ള ഒരു കവിയാണ്. റൊമാൻറ്റിക് പീരിയഡ്. അദ്ദേഹം 1802 മേരി ഹട്ചിൻസൺ എന്ന് പറയുന്ന ലേഡിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത് ഹോക്സ്ഷട്ട് ഗ്രാമർ സ്കൂളിൽ നിന്നാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഹോക്സ്ഷട്ട് ഗ്രാമർ സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത്. അദ്ദേഹം ജനിച്ചത് 1770 കോക്കർ മൗത്തിലാണ്. അപ്പം അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനായ കോളറിഡ്ജുമായി ചേർന്ന് ലിറിക്കൽ ബാലറ്റ്സ് എന്ന കവിതാ സമാഹാരം എഴുതുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പോയറ്റ് ലോറിയറ്റ് പദവി 1843 ലഭിക്കുകയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതകളെന്ന് പറയുന്നത് ഡാഫോഡിൽ, സോളിറ്ററി റീപ്പർ, റെയിൻബോ, പ്രെല്യൂഡ്, പിന്നെ ലീച്ച് ഗ്യാദറർ, ലൂസി ഗ്രേ, ഇതൊക്കെയാണ്. ഇതെല്ലാം ആ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കൊടുത്തിരിക്കുന്ന ആ പ്രൊഫൈല് നോക്കി പഠിക്കുക. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചുള്ള പ്രൊഫൈൽ എഴുതാൻ വരും. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ നമുക്കിവിടെ കവിത എന്ന് പറയുന്നത് മനുഷ്യന് തന്നെ പാരയായിട്ട് വരികയാണ്. അപ്പോൾ കവിതയിലോട്ട് കിടക്കാം. അപ്പോൾ I heard 1,000 blended notes while I sat reclined in a grove എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ തൃപ്തിയോടുകൂടി, ഒരു ടെൻഷനും ഇല്ലാതെ, കംഫർട്ടബിളായിട്ട്, സംതൃപ്തിയോടെ ഒരു മരത്തോപ്പിൽ ഇരിക്കുകയായിരുന്നു. അന്നേരം 1000 കണക്കിന് ഇടകലർന്ന ശബ്ദം, ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇടകലർന്ന ശബ്ദം, നോട്ട്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം, പ്രകൃതിയിൽ നിന്നും വരുന്ന വിവിധ തരം ശബ്ദങ്ങളുണ്ട്. അതായത് പക്ഷികളുടെ ചിലപ്പ്, പിന്നെ നദികളുടെ അരുവികളുടെയും കളകള ശബ്ദം, പിന്നെ കാറ്റടിക്കുന്ന ശബ്ദം, പിന്നെ ജലമർമരങ്ങൾ, പലതരത്തിലുള്ള 1000കണക്കിന് ഇടകലർന്ന ശബ്ദം കവി ഒരു മരത്തോപ്പിലിരുന്നപ്പോൾ, ഗ്രോവ് എന്ന് പറഞ്ഞാൽ മരത്തോപ്പിൽ വളരെ കംഫർട്ടബിളായിട്ടിരുന്നപ്പോൾ കേട്ടു. റിക്ലൻഡ് എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുകയാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, അതായത് നല്ല ഒരു മാനസിക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് ദ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. ആ ഒരു നല്ല പ്രസന്നവദനായിട്ടിരിക്കുന്ന ആ സമയത്ത് നല്ല നല്ല ചിന്തകൾ മനസ്സിൽ കടന്നു വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖവും ദുഃഖചിന്തകളും കൂടി ഇടകലർന്ന് വന്നു. ആ ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും, നല്ല മൈൻഡ് പ്ലസൻ്റ് ആയിരുന്നെങ്കിൽ പോലും ദുഃഖകരമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ ഓരോ വരിയുടെയും അവസാനം, ആദ്യത്തെ വരിയുടെയും മൂന്നാമത്തെ വരിയുടെയും അവസാനത്തെ വാക്കുകൾ റൈമിംഗ് ആണ്. അതുപോലെ രണ്ടാമത്തെ വരിയുടെയും നാലാമത്തെ വരിയുടെയും വേർഡ്സ് റൈമിംഗ് ആണ്. റിക്ലൈൻഡ്, മൈൻഡ്, അത് രണ്ടും
എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. I heard 8,000 blended notes. നോട്ട്സും തോട്ട്സും റൈമിംഗ് ആണ്. അപ്പം ആ രീതി നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ്, ഇത് ഇത്രയാണ് റൈമിംഗ് വേർഡ്സ്. അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB. ഇനി അടുത്ത സ്റ്റാൻസയുടെ അർത്ഥം ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിവ്. അതായത് പ്രകൃതിയുടെ മനോഹരമായ ഉദാത്തമായ സൃഷ്ടികളിൽ, ടു ഹർ ഫെയർ വർക്ക്സ്, മനോഹരമായ പ്രകൃതിയുടെ സൃഷ്ടികളിൽ മനുഷ്യൻ്റെ ആത്മാവിനെ പ്രകൃതി ലയിപ്പിച്ചിട്ടുണ്ട്. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിവ്. അതായത് കവി ഉൾപ്പെടെ ഉള്ള മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടികളുടെ ആത്മാവിനെ ഈ കവി ലയിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രകൃതി ലയിപ്പിച്ചിരിക്കുകയാണ്. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിവ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒത്തിരി ഉദാത്തമായ നല്ല ഭംഗിയുള്ള സൃഷ്ടികളാണുള്ളത്. ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രകൃതി സൃഷ്ടികളാണ് ഉള്ളത്. ആ സൃഷ്ടികളുടെ ആത്മാവിനെ ഈ കവിയുടേതുൾപ്പെടെയുള്ള മനുഷ്യാത്മാക്കളുമായിട്ട് പ്രകൃതി ലയിപ്പിച്ചിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായ ദുഃഖമുണ്ടായി. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം ദുഃഖമുണ്ടായി. എന്താലോചിച്ചപ്പോൾ മനുഷ്യനോട് എന്താണ് ചെയ്തത്? വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ. അപ്പോൾ ആ വരിയുടെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടികളുടെ ആത്മാവിനെ പ്രകൃതി മനുഷ്യൻ്റെ ആത്മാവിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. അതിനെ വേർപെടുത്താൻ കഴിയില്ല. അപ്പം മനുഷ്യനോട് അടുക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തോട് അടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടികളിലൂടെ ഒഴുകുന്ന ആത്മാവിനെ പ്രകൃതി മനുഷ്യൻ്റെ ആത്മാവിനോട്, കവി ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ ആത്മാവിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ പോലും കവിക്ക് ദുഃഖിക്കാൻ ഇടയുണ്ട്. ഗ്രീഫ് എന്ന് പറഞ്ഞ ദുഃഖം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോട് എന്താണ് ചെയ്തത്? അപ്പം മനുഷ്യൻ പല രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്. വനനശീകരണം, മണൽ ഖനനം, പിന്നെ വ്യവസായവൽക്കരണം, പിന്നെ അന്തരീക്ഷ മലിനീകരണം, അതുപോലെ ജലം മലിനപ്പെടുത്തുന്നു, മൃഗങ്ങളെയൊക്കെ കൊണ്ട് കുളിപ്പിക്കുക. അതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു സംതൃപ്തിയും സൗന്ദര്യവും സമാധാനവും ഒന്നും അവൻ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് മാത്രമല്ല, അതുപോലെ തൻ്റെ സഹജീവികളോടും ക്രൂരത കാണിക്കുകയാണ്.
യുദ്ധം വരുമ്പോൾ മനുഷ്യർ പരസ്പരം വെട്ടി മരിക്കുന്നു. അപ്പം മനുഷ്യനോട് തന്നെ പക വീട്ടുകയാണ്. ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോഴാണ് കവിക്ക് നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് പോലും ഒന്ന് സന്തോഷിക്കാനുള്ള വകയില്ല. അപ്പം ഇത്രയാണ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലെൻഡഡ് നോട്ട്സ് ഒരു ബബിളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ തന്ന വർക്കുകൾ ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് തന്നിട്ട് ബാക്കി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ബാക്കി പ്ലസൻറ്റ് തോട്ട്സ് എഴുതാം, പിന്നെ ഫെയർ വർക്ക്സ് എഴുതാം, പിന്നെ ബേർഡ്സ് ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് എഴുതാം, പിന്നെ പ്രിംറോസ് ടബ്സ് എഴുതാം, പെറിവിങ്കിൾ ട്രെയിലിംഗ് ഇറ്റ്സ് പാത്ത് അതെഴുതാം. അതുപോലെ തന്നെ നേച്ചേഴ്സ് ഹോളി പ്ലാൻ എഴുതാം. ആ കവിതയിൽ ഉടനീളം ഒത്തിരി നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാം. പിന്നെ അതിൽ വരുന്നത് റൈം സ്കീം എ ബി ആണ് വരുന്നത്. ഇപ്പോൾ ഓരോ റൈമിംഗ് വേർഡ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോട്ട്സ് തോട്ട്സ് അതെഴുതാം. I heard 1,000 blended notes while in a grove I sat reclined mind. അപ്പം അതത്രയാണ് റിക്ലൈൻഡ് മൈൻഡ്, നോട്ട്സ് തോട്ട്സ്, ലിങ്ക് തിങ്ക്, മാൻ റാൻ ഇങ്ങനെ എഴുതാം. അതുപോലെ ബവർ ഷവർ, ബ്രീത്ത് റീത്ത്സ്, അതുപോലെ പ്ലേഡ് മെയ്ഡ്, പ്ലഷർ മെഷർ. അതുപോലെ ബാക്കി എല്ലാ വരിയുടേതും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. സെൻഡ് ലെമൻഡ്, മാൻ പ്ലാൻ, അത് ലാസ്റ്റ് സെൻസഡ് ആണ്. അതുപോലെ ഫാൻ, ക്യാൻ, എയർ, ദെയർ ഇതെല്ലാം വരും. അപ്പോൾ ഇതിത്ര എഴുതാനും വർക്ക് തന്നിരുന്നു. പിന്നെ ഉള്ളത് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് എഴുതാനാണ്. വില്യം വേർഡ്സ്വർത്ത് വാസ് എ ഗ്രേറ്റ് റൊമാൻറ്റിക് പോയറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പ്രൊഫൈൽ എഴുതാനാണ്. അപ്പം വില്യം വേർഡ്സ്വർത്ത് വാസ് എ great romantic poet in English literature. He was born in 1770 at Cockermouth. He had his education at Hawkshead in Cambridge. Then he was married to Mary Hutchinson in 1802. അല്ലെങ്കിൽ his wife was Mary Hutchinson. His major works are Lucy Gray, The Prelude, The Daffodils, The Rainbow, The Solitary Reaper, and so on. He was awarded the Poet Laureate in 1843. He passed away in 1850. Like that you can write a profile of William Wordsworth. പിന്നെ അതിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എഴുതാൻ തന്നിരുന്നു. I sat reclined. അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. The poet was sitting in a very relaxed mood in a grove. Sat reclined in a grove. I sat reclined in a grove. What's the meaning of that line? The poet was sitting very comfortably in a relaxed mood. വേണം
എഴുതാൻ. ഇനി വാട്ട് മെയ്ഡ് ദ പോയറ്റ് സാഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൻ്റെ സൈഡിൽ കിടക്കുന്നതാണ്. ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ ആൻഡ് ഹിസ് ഫെലോ ബീയിങ്സ് മെയ്ഡ് ദ പോയറ്റ് സാഡ്. അതായത് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചോർത്തും മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചും ഓർത്താണ് അദ്ദേഹം ഇവിടെ ദുഃഖിക്കുന്നത്. അപ്പം 2 സ്റ്റാൻസയാണ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്കറിയാം. റൈം സ്കീം ABCD ആണ്. അതുപോലെ തന്നെ AB ആണ്. അതായത് ഫസ്റ്റ് ലൈനിൻ്റെ അവസാനത്തെ വാക്കും തേർഡ് ലൈനിൻ്റെ അവസാനത്തെ വാക്കും ഒരേപോലെയാണ്. അതുപോലെ സെക്കൻഡ് ലൈനിൻ്റെ അവസാനത്തെ വാക്കും ഫോർത്ത് ലൈനിൻ്റെ അവസാനത്തെ വാക്കും ഒന്നാണ്. അപ്പം AB ആണ് റൈം സ്കീം, ABCD അല്ല. AB ആണ് അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരേ ഉച്ചാരണം വരുന്നതെല്ലാം ഒരേ ലെറ്റർ കൊടുക്കണം. എവിടെയാണോ ഉച്ചാരണം മാറുന്നത് അവിടെ അടുത്ത ലെറ്റർ കൊടുക്കണം. അപ്പം അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ്. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിഷ്വൽ ഇമേജ്, ടാക്ടൈൽ ഇമേജ്, പിന്നെ അതുപോലെ ഓഡിറ്ററി ഇമേജ് ഇതൊക്കെ ഉണ്ട്. അപ്പം അത് പാഠം തീരുന്നതിൻ്റെ മുറയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും വർക്കുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പം അത് ഇംഗ്ലീഷിലും കൂടി പറഞ്ഞുതരാം. ദ ഫേമസ് പോയം Lines written in early spring was written by William Wordsworth, the famous romantic poet in English literature. In it he explains how man has exploited the beauties of nature without enjoying it. Nature has blessed man with so many beautiful sceneries and resources, but man has no time to enjoy it. He is exploiting it and destroying it for his own selfish motives. So he can't realize the contentment, happiness and peace which nature provides for him. He is not at all satisfied with nature as well as his fellow beings. They are fighting among themselves, and in war so many people are being killed. So this is what makes the poet sad. So this poem, Lines written in early spring, was written at the time of the French Revolution, and this poet was sitting very comfortably in a pleasant mood in a grove, and he is enjoying the beautiful sights of spring. During spring season, it's a very colorful season where every flower will blossom and spread its fragrance in the air, and birds will come and sit there and they will fly and jump there, and it's a beautiful sight to see the nature during spring. So at the beginning of the spring season, the poet wrote this poem. So while he was sitting in a grove very comfortably without any tensions or worries, in that pleasant mood, the sad thoughts came to his mind. Even though the poet was sitting very relaxedly, this sad thoughts came to his mind. The sad thoughts about what man has made to man as well as what man has done to nature. The cruelties of man towards nature
without understanding its beauty and perfection, and the contentment, harmony, peace, and beauty provided by nature is not at all a matter to man. He is exploiting and waging war with his fellow beings. So all these thoughts made the poet sad. So to all the beautiful works of nature, nature is linking the human soul, including the soul of the poet. But even though he was sitting in the grove in that pleasant mood, he had very chances to become sorrow. Why? Because he is thinking what man has made of man. The cruelties of man towards nature and to his fellow beings prevent the poet from enjoying the beauties of nature. So that's the meaning of the two stanzas. So please go through that, and we will be back with the next stanzas in the next video. Till then, bye. Okay. Thank you.